വണക്കം. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖമുണ്ടോ? നിങ്ങൾക്ക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കൻ മാഫിയ, ഫാർമസ്യൂട്ടിക്കൽ മാഫിയയുടെ കരാള ഹസ്തങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ഈ അമേരിക്കൻ മാഫിയ, അതായത് ഈ ഫാർമസ്യൂട്ടിക്കൽ മാഫിയയുടെ ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യൻ ജനതയെ രക്ഷിക്കാനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല കടന്നുപെടുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയ സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞു തരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇത് അത്ര പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാകണമെന്നില്ല. അതായത് പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ അവർക്ക് അതിലെന്താ ഒരു കുഴപ്പം എന്ന് തോന്നും. നരേന്ദ്രമോദി പല ആഹ്വാനങ്ങളും നടത്തുമ്പോൾ നരേന്ദ്രമോദി അങ്ങനെ ആഹ്വാനം നടത്തിയത് എന്തിനാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം അപകടത്തിലേക്കാണ് നമ്മളും നമ്മളെ രാജ്യവും പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേരുദാഹരണം തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അതിന് തുടക്കത്തിലെ തടയിടാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറി തുടങ്ങുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുൻപാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുൻപ് 2022, ഏകദേശം 2022 അന്ന് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നൊന്നുമല്ല ഏറ്റവും കൂടുതൽ എണ്ണ മേടിച്ചു കൊണ്ടിരുന്നത്. അന്ന് ഇന്ത്യക്ക് എണ്ണ മേടിക്കാൻ വേറെ പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു. സൗദി അറേബ്യ ഉണ്ടായിരുന്നു, നൈജീരിയ ഉണ്ടായിരുന്നു. അങ്ങനെ പല പല രാജ്യങ്ങളെയാണ് ഇന്ത്യ ആശ്രയിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആശ്രയിച്ചു കൊണ്ടിരുന്ന നമ്മൾ റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ റഷ്യ പെട്ടെന്ന് എണ്ണയ്ക്ക് ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കുന്നു. എണ്ണയ്ക്ക് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ പറയുന്നു ഇന്ത്യയോട് റഷ്യയുടെ എണ്ണ നിങ്ങൾ മേടിക്കുന്നെങ്കിൽ മേടിച്ചോ എന്ന് പറയുന്നു. അങ്ങനെ നമ്മളത് മേടിക്കുന്നു. പക്ഷേ അവർ കാണാത്ത ഒരു സംഭവം നമ്മൾ അതിനകത്ത് കാണുന്നു. അതായത് ഈ എണ്ണ നമ്മൾ മേടിക്കുന്നത് വലിയ ഡിസ്കൗണ്ടിലാണ്. അങ്ങനെ ഡിസ്കൗണ്ടിൽ മേടിച്ച് നമ്മൾ ആ എണ്ണ യൂറോപ്പിന് മറിച്ചടിക്കുന്നു. അതായത് നമ്മൾ ഇവിടെ മേടിക്കുന്നു, ഇവിടെ എണ്ണ സംസ്കരിക്കുന്നു, നമ്മൾ യൂറോപ്പിനത് പുതിയ വിലയ്ക്ക് മറിച്ചടിക്കുന്നു. അപ്പോൾ ഇത് അമേരിക്കയെ വല്ലാണ്ട് അസ്വസ്ഥതപ്പെടുത്തി. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വന്നിട്ട്, അതായത് ഇന്ത്യയോട് റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപാണ് വന്ന് പറഞ്ഞത് മേടിക്കരുത്, നിങ്ങളെ ഞങ്ങൾ സമ്മർദ്ദത്തിലാക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പല കുറി പറഞ്ഞു. അങ്ങനെ പല കുറി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് ശേഷവും ഇന്ത്യ ഡൊണാൾഡ് ട്രംപിന് പട്ടി വില കൊടുക്കുന്നില്ല. പട്ടി വില കൊടുക്കാതെ ഡൊണാൾഡ് ട്രംപിനെ ആ സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് ഇന്ത്യ ഇറക്കുമതി കൂട്ടുകയാണ്. അതായത് അവിടെ നിങ്ങോട്ടുള്ള ഇറക്കുമതി കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി കൂട്ടിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം ചെയ്തു. ഡൊണാൾഡ് ട്രംപ് യുക്രൈനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഏവൻ്റെ ഗ്യാസ് പ്ലാന്റുകളും മറ്റ് സാധനങ്ങളും പിന്നെ ഈ ഓയിൽ എണ്ണപ്പാടങ്ങളും എല്ലാം അടിച്ച് തകർക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് അടിച്ച് തകർത്തേരെ എന്ന് യുക്രൈനോട് പറഞ്ഞു. ടോമഹോക്ക് മിസൈൽ നമ്മൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് തരാം, അതുകൊണ്ട് നിങ്ങളങ്ങ് അടിച്ച് തുലച്ചേരെ, അല്ലാതെ ഇതിന് വേറെ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ റഷ്യ എന്ത് ചെയ്തു? റഷ്യ ഈ ലോകത്തില്ലാത്ത ഏറ്റവും വലിയ ആണവ മിസൈൽ ബ്യൂറസ്നെവിക് എന്നാണ് ആണവ മിസൈലിൻ്റെ പേര്, അതെടുത്തൊരു പരീക്ഷണം അങ്ങോട്ട് നടത്തി. ആ ബ്യൂറസ്നെവിക് എന്ന ആണവ മിസൈലിൻ്റെ പ്രത്യേകത, ഈ ആണവ മിസൈലിൽ ഒരു ആണവ റിയാക്ടറും കൂടെയുണ്ട്. അതുകൊണ്ട് ഇത് ഏത് രാജ്യത്ത് എവിടെ എങ്ങനെ ചെന്ന് വീഴണം എന്ന് റഷ്യ തീരുമാനിക്കും. ഇത് എവിടെ നിന്ന് വരും എന്നും കണ്ടെത്താൻ ആർക്കും സാധിക്കില്ല. ഒരു റഡാറിനും ഇത് പിടിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇതിനെ തകർക്കാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ യുക്രൈന് ടോമഹോക്ക് മിസൈലുകൾ ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് ട്രംപ് നിശ്ചയിച്ചു. അതിനുശേഷം ട്രംപ് വേറൊരു കന്നന്തിരി ചെയ്തു. ട്രംപ് ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എണ്ണ തരുന്നത് റഷ്യൻ കമ്പനിയായിട്ടുള്ള റോസ്നെഫ്റ്റിയും ലുക്ക് ഓയിൽ എന്ന് പറയുന്ന 2 കമ്പനികളാണ്. ഈ 2 കമ്പനികളിൽ നിന്നുമാണ് ഇന്ത്യക്ക് എണ്ണയുടെ 70% നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകി വരുന്നത്. ഈ 70% ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ 2 കമ്പനികൾക്കും ട്രംപ് ഉപരോധം ഏർപ്പെടുത്തി. ട്രംപ് അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്താണ്, സ്വാഭാവികമായിട്ട് അവിടെ നിന്നുള്ള എണ്ണയുടെ വരവ് ഇങ്ങോട്ട് കുറയും. എണ്ണയുടെ വരവ് ഇങ്ങോട്ട് കുറയുമ്പോൾ ഇന്ത്യ അതിനകത്ത് റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കുന്നത് ഇതാ ഇന്ത്യ കുറച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും കുറഞ്ഞിട്ടില്ല എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. ഇത് കുറച്ചതല്ല, സ്വാഭാവികമായിട്ടും നിങ്ങളവിടെ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അവരിങ്ങോട്ട് എണ്ണ തരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഡോണ്ട് വെറി, ബി ഹാപ്പി, നമ്മൾ അവിടെ നിന്ന് ഈ ക്രൂഡ് ഓയിലിനെക്കാട്ടിലും കൂടുതലായിട്ട് ഏതെണ്ണ ഇറക്കുന്നുണ്ട്? സൺഫ്ലവർ ഓയിൽ ഇറക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞാൽ സൂര്യകാന്തി എണ്ണ. ഈ സൂര്യകാന്തി എണ്ണ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ എണ്ണയാണ്, അഥവാ എഡിബിൾ ഓയിലാണ്. ഈ എഡിബിൾ ഓയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്നുണ്ട്. ഈ എഡിബിൾ ഓയിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം 2022 മുമ്പ് വരെ നമ്മൾ ഈ എഡിബിൾ ഓയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് യുക്രൈനിൽ നിന്നാണ്. കാരണം ഈ യുക്രൈനും റഷ്യയുമാണ് ഈ സൂര്യകാന്തി എണ്ണയുടെ ഏറ്റവും വലിയ ഉൽപ്പാദകരെന്ന് പറയുന്നത് ലോകത്തിലെ. ഈ സൂര്യകാന്തി എണ്ണ അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഇറക്കിയിരുന്നത് യുക്രൈനിൽ നിന്നാണ്. അപ്പോൾ യുക്രൈനിൽ നിന്ന് നമ്മൾ ഈ എണ്ണ ഇറക്കുന്നത് കണ്ടപ്പോൾ റഷ്യ എന്ത് ചെയ്തു? റഷ്യ ഈ ബ്ലാക്ക് സീയിലുള്ള ഇവരുടെ പോർട്ടൊക്കെ അങ്ങ് പിടിച്ചു, അടിച്ച് തൊലച്ചു. അങ്ങനെ അടിച്ച് തൊലച്ചു കഴിഞ്ഞപ്പോൾ ഈ യുക്രൈനിൽ നിന്ന് എണ്ണ
കരമാർഗവും റെയിൽ ഗതാഗത മാർഗവും മാത്രമേ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം ഉടലെടുക്കുകയും ആ സാഹചര്യത്തിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്ക് എണ്ണ കൊടുത്താൽ ഗതാഗത ചെലവ് അതിഭീകരമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയ റഷ്യ എന്ത് ചെയ്തു, ഇനി യുക്രൈൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എണ്ണ മേടിക്കേണ്ട, നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് സൺഫ്ലവർ ഓയിൽ യുക്രൈൻ്റെ കയ്യിൽ നിന്നും എടുത്ത് ആ കോൺട്രാക്റ്റ് കൊടുത്ത് ഞങ്ങൾ തരാം എന്ന് റഷ്യ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് 2021 വരെ 10% റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ സൺഫ്ലവർ ഓയിൽ മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 2024 ആയപ്പോഴേക്കും 2.01 ദശലക്ഷം ടൺ ഓയിലാണ് നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്നും ഇങ്ങോട്ടേക്ക് മേടിക്കുന്നത്. ഏകദേശം 56%, 10% നിന്നും 56% നമ്മളിത് വർദ്ധിപ്പിച്ചു. പോരാത്തതിന് നമുക്ക് വരുന്ന വേറെ എണ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷ്യ എണ്ണയായിട്ട് വരുന്ന വേറെ എണ്ണ ഒന്ന് മലേഷ്യയിൽ നിന്നും പാം ഓയിൽ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അർജൻറ്റീനയിൽ നിന്നും സോയാബീൻ്റെ ഓയിൽ വരുന്നുണ്ട്. അങ്ങനെ പല എണ്ണയും വരുന്നുണ്ട്. ആ എണ്ണയെല്ലാം കൂടെ ഇവിടെ വരുമ്പോഴാണ് നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ സൂര്യകാന്തി എണ്ണയുടെ ആ ഒരു ഇങ്ങോട്ടേക്കുള്ള ഇറക്കുമതി കൂട്ടിയിരിക്കുന്നത്. ഇവിടെയാണ് സംഭവം എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ വരുമ്പോഴും മൻ കി ബാത്തിൽ സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തോട് അദ്ദേഹം സംസാരിച്ചിട്ട് മോദി പറയുന്നത്, നിങ്ങൾ എന്തു ചെയ്യണം, എണ്ണ ഉപഭോഗം കുറയ്ക്കണം. അതായത് എണ്ണ അത് കഴിക്കുന്നത് കുറയ്ക്കണം. ഇപ്പോൾ പല ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ നമുക്ക് മനസ്സിലാകും, പുതിയ കാലത്തെ സിഗരറ്റും പുതിയ കാലത്തെ ലിക്കറും എന്ന് പറയുന്നത് ജലേബിയും സമോസയുമാണെന്ന്. കാരണം നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ ഇന്ത്യ വന്നു കഴിഞ്ഞ ശേഷം, ആൾക്കാരുടെ കയ്യിലേക്ക് മണി ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങിയ ശേഷം നമ്മുടെ പല ആൾക്കാരുടെയും ലൈഫ് സ്റ്റൈൽ അങ്ങ് അതിഭീകരമായിട്ട് മാറി പറഞ്ഞു, എൻ്റെ ഉൾപ്പെടെ. കാരണം രാത്രി ഒരു 9 മണിക്ക് കിടന്ന് രാവിലെ ഒരു 5:30 എഴുന്നേൽക്കുന്ന ജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ രാത്രി 12 മണിക്കും 1 മണിക്കുമെല്ലാം തട്ടുകടയിലെ ഫ്രണ്ടിൽ ചെന്ന് കിടന്ന് തിക്കും തിരക്കുമാണ്. എന്തിനാണിത് കാണിക്കുന്നത്? ബൊറോട്ടയും ബീഫും തിന്നാൻ, അല്ലെങ്കിൽ ബൊറോട്ടയും പഴംപൊരിയും ബീഫും തിന്നാൻ, അല്ലെങ്കിൽ സമോസയും വടാപ്പാവും തിന്നാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജനങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ഒരു യുഗത്തിൽ, അല്ലെങ്കിൽ പുതിയൊരു ഡിജിറ്റൽ ഇറയിലെ പല പല ആനന്ദങ്ങൾ എന്ന് പറയുന്നത്. അതവരുടെ സന്തോഷം, അവരുടെ കുറ്റം പറയാനും പറ്റില്ല. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു വിപത്തുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ആ വിപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ വിപത്തിൻ്റെ പേരാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. എല്ലാ ആൾക്കാർക്കും ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖമുണ്ട്. എല്ലാ ആൾക്കാർക്കുമുണ്ട്. അതായത് ഇതിൻ്റെ തുടക്കക്കാരുണ്ട്, ഇത് ഗ്രേഡ് 1 ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഗ്രേഡ് 2 ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്തുകൊണ്ടാണ് വരുന്നത്? അമിതമായിട്ടുള്ള എണ്ണ ഉപയോഗം, ഫ്രൈഡ് ചിക്കൻ, ഫ്രൈഡ് പൊട്ടറ്റോസ്, അങ്ങനെ എണ്ണ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ അസുഖം വരും. ഈ അസുഖം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ഭീകരമായിട്ടുള്ള അസുഖത്തിൻ്റെ ഒരു സിമ്പലാണ്. അതായത് ശരീരം പറയുകയാണ്, എടൈ ഞാൻ വന്നു കഴിഞ്ഞു, ഇനി അടുത്ത നിനക്ക് വരാൻ പോകുന്നതാണ് ഡയബറ്റീസ്, അടുത്ത നിനക്ക് വരാൻ പോകുന്നതാണ് വൃക്ക തകരാർ, അടുത്ത നിനക്ക് ബ്ലഡ് പ്രഷർ വരും, നിനക്ക് ഹൃദയാഘാതം വരും, എന്ത് ചെയ്യും, കൊളസ്ട്രോൾ അടിഞ്ഞുകൂടും, നീ എന്ത് ചെയ്യും, ജിമ്മിലൊക്കെ പോയി ജിമ്മൊക്കെ എടുക്കുമ്പം നീ ബോധം കെട്ട് വീണ് മരിക്കും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞത്, എണ്ണ ഉപയോഗം കുറയ്ക്കടേ, നിങ്ങളത് കുറയ്ക്ക്. കാരണം ഇത് കുറച്ചാൽ ഇത് മാത്രമല്ല ഗുണമെന്ന് പറയുന്നത്, വേറെ പല ഗുണങ്ങളുമുണ്ട്. നമ്മുടെ നാടിങ്ങനെ ലൈഫ് എക്സ്പെക്റ്റൻസിയൊക്കെ ആൾക്കാരുടെയൊക്കെ കുറഞ്ഞു വരികയാണ്. കുറച്ചുകൂടി ഒരു 100 കൊല്ലം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ജനങ്ങൾ മുഴുവൻ അസുഖബാധിതരായി പണ്ടാനമടങ്ങും. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളൊരു വിഭാഗം അവിടെ ഉണ്ട്, പക്ഷേ അത് വളരെ ചെറിയ വിഭാഗമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷനെ തട്ടിച്ചു നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് കുറയ്ക്ക് എന്ന് നരേന്ദ്രമോദി ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇത് വരാനുള്ള, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാനുള്ള കാരണം ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഒരു വലിയ കാരണമാണ്. സ്ട്രെസ്സ്, ഉറക്കക്കുറവ്. എന്നെപ്പോലെയുള്ളവരെല്ലാം രാത്രി ഉറങ്ങാറ് പോലുമില്ല. കാരണം നമ്മളിങ്ങനെ ഇരുന്ന് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് രാത്രി ഉറങ്ങാറില്ല. രാവിലെ ഒരു 6 മണിയോ അല്ലെങ്കിൽ 5 മണിയോ ഒക്കെ ആകുമ്പോൾ കിടക്കും, ഒരു 9 മണി 10 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. അത്ര ഉറക്കം മതി എന്നാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണവും കഴിക്കും. അതൊക്കെ വലിയ പ്രശ്നമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കും. ഈ എണ്ണ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത്? എണ്ണ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഹൃദയത്തിന് ഏറ്റവും മോശമായിട്ടുള്ള പാം ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരീരത്തിൻ്റെ ഹൃദയത്തിന് ഏറ്റവും നല്ല എണ്ണ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. അതിപ്പോൾ കിട്ടാനില്ല, വില കൂടുതലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സൺഫ്ലവർ ഓയിൽ ഇങ്ങോട്ടേക്ക് ഇറക്കുക. അതായത് ഇവന്മാരോട് പറഞ്ഞാൽ അവന്മാർ കേൾക്കില്ല, എണ്ണ ഉപയോഗം കുറയ്ക്കട എന്ന് പറഞ്ഞാൽ, അതാ ഈ നാക്കിൻ്റെ തുമ്പത്താണ് രുചി എന്ന് പറഞ്ഞൊരു സാധനം ഇരിക്കുന്നത്. അതിനുവേണ്ടി മുഴുവൻ ശരീരത്തെയും ഹനിക്കാൻ നടക്കുന്ന ജനത, ഞാൻ ഉൾപ്പെടെയുള്ള ജനത, ഇത് പറഞ്ഞാൽ കേൾക്കില്ല. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കണം, നല്ല ടേസ്റ്റ് വേണം, പ്രത്യേകിച്ച് വറുത്തതും പൊരിച്ചതും എല്ലാം നമ്മൾ അടിച്ച് കയറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മോദി വിചാരിച്ചു സൺഫ്ലവർ ഓയിൽ ഇറക്കാം. സൺഫ്ലവർ ഓയിലിൻ്റെ പ്രത്യേകത എന്താണ്? സൺഫ്ലവർ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൺഫ്ലവർ ഓയിലിൽ കൊളസ്ട്രോളിൻ്റെ അംശം വളരെ കുറവാണ്. അതായത് ചീത്ത കൊളസ്ട്രോൾ വളരെ കുറവാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ നല്ലതാണ്. ഇത് ഒരു 100 കൊല്ലം കൊണ്ടാണ് നമ്മൾ നശിക്കാൻ പോകുന്നതെങ്കിൽ
ഒരു 250 കൊല്ലം കൊണ്ട് നമ്മൾ നശിക്കുന്ന ഒരു ലെവലിലേക്ക് പുള്ളിക്കാരൻ ഇതിനെ കൊണ്ടെത്തിക്കുകയാണ്. ഇതൊരു വലിയ കാര്യമാണ്. ഇനി ഇതിൻ്റെ പിന്നിലുള്ള വേറൊരു വലിയ നിങ്ങൾ അറിഞ്ഞുകൂടാത്ത വലിയൊരു രഹസ്യമുണ്ട്. അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആഗോള മാർക്കറ്റിൻ്റെ വലിയ വിഹിതവും ഈ ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ടല്ലോ, ഈ ഫാർമ ജയൻസ് ആരാണെന്നറിയാമോ? അത് കൂടുതലും ഈ അമേരിക്കൻ കമ്പനികളാണ്, അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് കമ്പനികൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇന്ത്യയുടെ ആഗോള മാർക്കറ്റിൻ്റെ വലിയ വിഹിതം അമേരിക്കൻ ഫാർമ ജയൻസിൻ്റെതാണ്. ഫൈസർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഫൈസർ കോവിഡിൻ്റെ വാക്സിൻ്റെ സമയത്ത് നമ്മൾ കേട്ടതാണ്. MERC മെർക്ക്, അത് കഴിഞ്ഞ് നൊവാർട്ടിസ്, GSK, പിന്നെ ജോൺസൺ ആൻഡ് ജോൺസൺ. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ഫാർമ ജയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ GDPയുടെ ഏകദേശം 18% ഈ ഫാർമസ്യൂട്ടിക്കൽ ജയൻസ് ആണ്, അല്ലെങ്കിൽ ഈ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് സംഭാവന ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവിടെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി, അതായത് നമ്മുടെ ആരോഗ്യസ്ഥിതി തകരുമ്പോൾ നമുക്ക് ഒരുപാട് മരുന്നിൻ്റെ ആവശ്യമുണ്ട്. ഇന്ത്യ ജനറിക് മരുന്നുകൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ജനറിക് മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയിൽ പാറ്റൻറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന മരുന്നുകളാണ്. അത് ഒരുപാട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എങ്കിലും ആഗോള, അതായത് ഒരു ഗ്ലോബൽ ലെവലിൽ എടുത്ത് നോക്കുമ്പോൾ ഈ കൊളസ്ട്രോൾ മരുന്ന്, സ്റ്റാറ്റിൻസ്, ലിവർ മരുന്ന്, ഡയബറ്റിക് മരുന്ന്, ബ്ലഡ് പ്രഷർ മരുന്ന് തുടങ്ങിയവിടെ ആവശ്യകത ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുതിക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മരുന്ന് ആവശ്യമുള്ളവർ ഇന്ത്യക്കാരായിട്ട് വരും. ഇന്ത്യ ഒരു മരുന്ന് വിപണിയായി മാറും. ഇതിൻ്റെ ഫലം ലഭിക്കാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കയുടെ GDPയുടെ 18% സംഭാവന ചെയ്യുന്ന ആരാണ്? ഫാർമസ്യൂട്ടിക്കൽസ്, മരുന്ന് മാഫിയാണ്. അപ്പോൾ ഈ മരുന്ന് മാഫിയയുടെ കയ്യിൽ നിന്ന് നമ്മൾ ആ മരുന്ന് മേടിച്ച് കഴിക്കുകയാണ്. നമുക്ക് ഫാറ്റി ലിവർ വരുന്നു, നമുക്ക് പറയാം ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, ഇതെല്ലാം വരുന്നു. ഇതിൻ്റെ എല്ലാ മരുന്നുകളുടെയും കംപ്ലീറ്റ് നിയന്ത്രണം ആരാണ് എടുത്തിരിക്കുന്നത്? അമേരിക്കക്കാരാണ്. അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ ജയൻസാണ്, ഡീപ്പ് സ്റ്റേറ്റാണ്. അപ്പം നരേന്ദ്രമോദി എണ്ണ ഉപഭോഗം കുറയ്ക്കട എന്ന് പറയുമ്പോൾ അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അസുഖം ഒന്നാമത് വരുന്നു. ഈ അസുഖത്തെ നമുക്ക് മാറ്റി നിർത്താം. അസുഖത്തെ മാറ്റി നിർത്തിയാൽ മരുന്ന് കഴിക്കുന്നത് നമുക്ക് മാറ്റി നിർത്താം. മരുന്ന് കഴിക്കുന്നത് മാറ്റി നിർത്തിയാൽ ഈ ഫാർമസ്യൂട്ടിക്കൽസ് എന്ത് ചെയ്യും? തകരും. സ്വാഭാവികമായിട്ടും ഇവർ ഉദ്ദേശ കാര്യം നടക്കില്ല. മുഴുവനായിട്ട് ഇവർക്കൊരു ഇളക്കം സംഭവിക്കും. അങ്ങനെ ഇളക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ GDPക്ക് അത് വലിയൊരു തിരിച്ചടിയായി മാറും. അതായത് ഒരു വാക്ക് മാത്രമേ മോദി പറയുന്നുള്ളൂ, എണ്ണ ഉപയോഗം കുറയ്ക്കും. അതിനകത്ത് ഇത്രയും സംഭവങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ ഫാറ്റി ലിവറും മറ്റ് അസുഖങ്ങളും നമുക്ക് വേഗം ഇങ്ങനെ വർദ്ധിക്കുന്നതിലൂടെ അതിൻ്റെ ലാഭം അമേരിക്കൻ കമ്പനികൾക്കാണ് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫ് കോഴ്സ് കൊളസ്ട്രോൾ മരുന്നുകളൊക്കെ നമ്മളിവിടെ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിലും അമേരിക്കയ്ക്ക് ഒരു പാർട്ട്ണർഷിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ലോകത്തൊരു രാജ്യങ്ങൾക്കും ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് ഈ മരുന്ന് മേഖല, മരുന്ന് മാഫിയ എന്നൊക്കെ പറഞ്ഞത് ഗ്ലോബൽ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മാഫിയാണ്. നമ്മളാണെങ്കിൽ 140 കോടി ജനത, ഒരു വലിയ മാർക്കറ്റ്, 50 ബില്യൺ, എത്രയാണ്? $50 ബില്യൺ മരുന്നാണ് ഒരു വർഷം ഇന്ത്യക്കാരൻ തിന്നുന്നത്. $50 ബില്യൺ. അപ്പോൾ ആലോചിച്ച് നോക്ക് എത്ര വലിയ വിപണിയാണ് നമ്മുടെ എന്ന്. അതിൽ ഏറ്റവും വലിയ വില്ലനായിട്ടുള്ളത് ഈ എണ്ണ ഉപയോഗവും ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഈ തുടക്കക്കാരനും പിന്നെ അതിൻ്റെ പുറകെ വരുന്ന ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, അങ്ങനെയുള്ള പല 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 അസുഖങ്ങളും എല്ലാമാണ്. ഇതിൻ്റെ എല്ലാം നേട്ടം കൊയ്യുന്നത് അമേരിക്കയുടെ ഫാർമ ജയൻറ്റുകളും അതുവഴി അമേരിക്കയുടെ GDP 18% അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നു, എണ്ണ ഉപഭോഗം കുറയ്ക്കണം. കുറച്ച് കഴിഞ്ഞ് മോദി കുറച്ച് ഭക്ഷണങ്ങളൊക്കെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ആ ഭക്ഷണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചീര, പിന്നെ നമ്മുടെ പച്ചക്കറി, പിന്നെ കൂണ്, പിന്നെ അതുമാത്രമല്ല സാധാരണ ഇലക്കറികൾ, കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം എന്നൊക്കെ പുള്ളിക്കാരൻ ഇത് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു രാജ്യത്തെ സമ്പൂർണ്ണമായിട്ട് എങ്ങനെയാണ് രക്ഷിച്ചെടുക്കേണ്ടത് എന്നുള്ള ഒരു വലിയ പ്ലാൻ അതിൻ്റെ പിറകിലുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എടുത്തോ, ഇല്ലെങ്കിൽ ചത്തോ. അപ്പോൾ ശരി.